നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ. യെസ്, ഇന്നലെ പ്രൊമോയിൽ കണ്ടിട്ടുള്ള ആ ഒരു ഞെട്ടിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, അതിപ്പോൾ ജസ്റ്റ് ലൈവിൽ കുറച്ച് മുന്നേ കഴിഞ്ഞു. അതായത് പുറത്തൊരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അക്ബർ, അനുമോൾ, ആദില ഇവർ 3 പേരും പുറത്തു പോയിട്ട് പണമെടുത്ത് ഉള്ളിലേക്ക് വരുമോ വരില്ലേ എന്നുള്ളൊരു ആശങ്ക ഒരുപാട് പേർക്കുണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ തംബ്നെയിൽ എഴുതിയ പോലെ തന്നെ ഒരുപാട് നെഞ്ചെടുപ്പ് കൂട്ടിയിട്ടെങ്കിൽ ആണെങ്കിൽ കൂടി 3 പേരും കൂടി ഉള്ളിൽ കയറിയിട്ടുണ്ട്. 2,20,000 രൂപയാണ് ഇവരെടുത്തതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളത് ഞാൻ പറയാം. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇറങ്ങി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ, ഒന്നുമില്ല. ടാസ്ക് ഇത്രയേ ഉള്ളൂ. പുറത്തൊരു ഇന്നോവ കാർ നിർത്തിയിട്ടുണ്ട്. ഇതിനുള്ളിൽ 4 ലക്ഷം രൂപ, അതായത് 20,000-ൻ്റെ 20 പാക്കറ്റ് ഇക്വലൻ ടു 4 lakhs ഈ വണ്ടിക്കകത്തുണ്ടായിരിക്കും. 3 പേരെ അവർക്ക് തന്നെ തീരുമാനിക്കാം. അവർ തീരുമാനിച്ച എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുള്ള 3 പേരാണ് അക്ബർ, ആദില, അനുമോൾ. ഇവർ 3 പേരും കൂടി ഓടുക. 1 മിനിറ്റാണ് സമയം കിട്ടുക. 1 മിനിറ്റിനുള്ള ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി അതോടുകൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താണ്. വേണമെങ്കിൽ പോയി പണം എടുക്കാം. ഇനി പണം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ കയറാം. നേരെ മറിച്ച് പണം കിട്ടി വീട്ടിനുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണവും പോവും, അതുപോലെ അവസരം നഷ്ടപ്പെടും. അപ്പോൾ അവർ തീരുമാനിച്ചു എണ്ണ എന്നുള്ളത് 3 പേരും കൂടി വളരെ കൃത്യമായിട്ട് ഒരു കോർഡിനേഷനിലാണ് പോയിട്ടുള്ളത്. അക്ബർ എണ്ണൽ സ്റ്റാർട്ട് ചെയ്തു, അനുമോൾ എണ്ണൽ കണ്ടിന്യൂ ചെയ്തു. ഏകദേശം 10 സെക്കൻഡ് ബാക്കി നിൽക്കുമ്പോൾ അവർ വീട്ടിൻ്റെ ഉള്ളിലേക്ക് 3 പേരും കൂടി ഓടിക്കയറി. 3 പേരും എടുത്തിട്ട് തിരിച്ചു വന്നു. ഒരു കാര്യമുണ്ട്, ഈ ഒരു ടാസ്കിൽ ബിഗ് ബോസ് അത്ര കണ്ണിച്ചോരില്ലാത്തൊരു പരിപാടി കാണിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് തന്നെയാണ് ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ. ബിഗ് ബോസിന് കുറച്ച് കണ്ണിച്ചോരില്ലാത്തൊരു ടാസ്ക് ആയിരുന്നില്ല, അത്ര ദൂരം നിന്നില്ല വണ്ടി നിർത്തിയിട്ടുള്ളത്. അവർക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഇത് ഇവർക്ക് പൈസ കൊടുക്കണം എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ പണം കിട്ടരുത് എന്നുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ അത്ര ഒരു ഭയങ്കര ഒരു ഹാർഡ് ടാസ്ക് ആക്കി വെച്ചില്ല. മറ്റവർക്കും വേണമെങ്കിൽ ഏറ്റെടുക്കാമായിരുന്നു, പക്ഷേ ഇവർ 3 പേരാണ് ഏറ്റെടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ ഈ ടാസ്കിൻ്റെ സമയത്ത് എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളത് നെവിൻ്റെ ഇരുത്തം കണ്ടിട്ടാണ്. നെവിൻ എണീറ്റൊന്ന് ചോദിച്ചു, നെവിൻ്റെ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടാസ്കിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ ഒരാൾക്കും, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ സീസണിൽ കണ്ടിട്ടുള്ളതാണ്, 10 പൈസയുടെ ബഹുമാനം ബിഗ് ബോസിനില്ല, ഒരാൾക്കും ബഹുമാനമില്ല. നെവിൻ എണീറ്റൊന്ന് ചോദിച്ചു, പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷേ നെവിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. വിച്ച് ഇസ് ലൈക്ക് അത് വളരെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇതിലെങ്കിലും നെവിന് അവസരം കൊടുക്കാമായിരുന്നു. കാരണം അത്രയും വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുകൊണ്ട്. എല്ലാ ടാസ്കൊന്നും തീരെ മാറ്റി ഒരു ചെറിയ ചേഞ്ചൊക്കെ കൊടുക്കാം. കാരണം പല എന്താ പറയുക ഇളവുകളൊക്കെ പലർക്കും അവിടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫേവറേറ്റിസം പല കേസിലും തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ് അങ്ങനെ നെവിനെ മാറ്റി നിർത്തേണ്ട ഒരാവശ്യമൊന്നുമില്ല. അവനങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിപ്പോയി. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റീകോൾ ചെയ്ത് ഞാൻ പറയുന്നില്ല, നിങ്ങളും കണ്ടതാണ്, ഞാനും കണ്ടതാണ്, ലൈവും കണ്ടതാണ്, എപ്പിസോഡും കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ എന്ത് ശിക്ഷയാണ് ഇവിടെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ കണ്ട സമയത്ത് നമ്മൾ നെവിൻ ഫാനായിട്ടല്ല, ഞാൻ അവനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവനെ ഇരിക്കുന്ന കാണുന്ന സമയത്ത് എന്തായാലും അവർ തിരിച്ചെത്തി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 3 പേരും കൂടി ഉള്ളിൽ കയറി ഇപ്പോൾ പണം അവർ പങ്കുവെക്കുന്നു. ഇതാണ് ടാസ്ക്. ആരും പോയിട്ടില്ല. അനുമോൾ പോയിട്ടില്ല, ആദില പോയിട്ടില്ല, അക്ബറും പോയിട്ടില്ല. 3 പേരും കൂടി 2,20,000 രൂപ ടോട്ടൽ എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് അപ്ഡേറ്റ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.